നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. പഴയ SFIക്കാരനാണ്, അങ്ങനെ കൂവി തോൽപ്പിക്കാമെന്നോ പേടിപ്പിക്കാമെന്നോ ഒന്നും കരുതണ്ട എന്നുള്ളൊരു ധാർഷ്ട്യത്തിൻ്റെ വാക്ക് മുമ്പൊരു IFFK വേദിയിൽ കേട്ടിരുന്നു. വേറെ ആരുമല്ല, രഞ്ജിത്തിൻ്റെ ഒരു ശബ്ദമായിരുന്നു. പൊതുവേ രഞ്ജിത്ത് ഒരു ധാർഷ്ട്യക്കാരൻ അല്ലെങ്കിൽ ഒരു മാടമ്പി, അത്തരത്തിലൊക്കെയാണ് ഈ അടുത്ത കാലത്തായിട്ട് ഈ രഞ്ജിത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ എല്ലാവർക്കും പറയാനുള്ളത്. പ്രത്യേകിച്ച് മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ വലിച്ചു കീറാറുണ്ട്. ഇപ്പോൾ ജയിലിലുമായിരിക്കുകയാണ്, പീഡന പരാതിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ പീഡന പരാതി എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ നമുക്ക് പുറത്തു പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വൈകൃതങ്ങളുള്ള ഒരു മനുഷ്യനായിട്ടൊക്കെ ഈ രഞ്ജിത്തിനെ കുറിച്ച് പല കഥകളാണ് പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ പോലും രഞ്ജിത്തിന് നേരെ ഒരു യുവനടിയാണ് പരാതിപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അതിന് മറുപടിയായിട്ട് രഞ്ജിത്ത് മാധ്യമങ്ങൾക്ക് മുൻപിൽ ഒരു ഒറ്റ വാക്കാണ് പറഞ്ഞത്, അവരെന്നെയാണ് കയറി പിടിച്ചത് എന്ന്. ശരിക്കും ഈ രഞ്ജിത്തിന് എന്താണ് സംഭവിക്കുന്നത്? അയാൾ പാടെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ലാത്ത ഒരു മനുഷ്യൻ്റെ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. 1993 ദേവാസുരം എന്നൊരു കാലത്ത് മലയാള സിനിമാ ലോകത്തെ പിടിച്ചു കുലുക്കിയ ഒരു തിരക്കഥ രഞ്ജിത്തിൻ്റെ തൂലികയിൽ നിന്ന് പിറക്കുന്നത്. ദേവാസുരം 1993 അന്ന് രഞ്ജിത്തിൻ്റെ പ്രായം 27 വയസ്സ്. 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അന്ന് കോഴിക്കോട് ടൗണിലും കോഴിക്കോടിൻ്റെ പരിസരത്തുമൊക്കെ വലിയ സൗഹൃദ കൂട്ടായ്മകളുടെ ഒരു ഭാഗമായിരുന്നു. രഞ്ജിത്ത് ഒരു സൗഹൃദയനായിരുന്നു ആ കാലഘട്ടത്തിൽ. SFIയിലൂടെ വളർന്നു വന്ന സഹൃദയൻ. പക്ഷേ രഞ്ജിത്തിൻ്റെ മുഖത്ത് അന്ന് കോളേജിൽ ഒരുമിച്ച് പഠിച്ചവരൊക്കെ പറയാറുണ്ട്, വലിയൊരു ധാർഷ്ട്യം പലപ്പോഴും പ്രകടമായിരുന്നുവെന്ന്. എന്നാൽ ദേവാസുരം പിറന്നപ്പോൾ രഞ്ജിത്ത് എന്ന വളരെ സർഗാത്മകതയുള്ള ഒരു കലാകാരനെ നമ്മൾ കണ്ടു. അതൊരു ചലച്ചിത്രകാരൻ്റെ ഒരു അവതാരപ്പിറവിയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് രഞ്ജിത്ത് എത്തി നിൽക്കുന്നത് ഏറ്റവും വലിയ ഗർത്തങ്ങളുള്ള ഒരു വലിയ പാതാളക്കുഴിയിൽ പതിച്ച കാഴ്ചയാണ്. സംഗതി സ്ത്രീ വിഷയമാണ്. നമുക്കറിയാം, പലപ്പോഴും ഈ പീഡന കേസുകൾ കെട്ടിച്ചമച്ചൊക്കെ ആളുകൾ കൊണ്ടുവരാറുണ്ട്, വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഉയർത്തിക്കൊണ്ടുവരാറുണ്ട്. ഇവിടെ രഞ്ജിത്ത് ഇപ്പോൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും അത്തരം ചില കാര്യങ്ങളാണ്. പക്ഷേ ഇതിൽ മറ്റൊരു പിടി കാര്യങ്ങളുണ്ട്. രഞ്ജിത്ത് ഒരു പ്രതീകമാണ്, പാർട്ടിയുടെ CPM എന്ന പാർട്ടിയുടെ ഒരു പ്രതീകമാണ്. CPM ഒരിക്കൽ കോഴിക്കോട് രഞ്ജിത്തിനെ മത്സരിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു, തീരുമാനിച്ചിരുന്നു, അതിന് ശ്രമങ്ങൾ നടത്തിയിരുന്നു. അന്ന് സീറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിലാണ് പിന്നീട് ചലച്ചിത്ര അക്കാദമി ചെയർമാനാകുന്നത്. പക്ഷേ ചലച്ചിത്ര അക്കാദമി ചെയർമാൻഷിപ്പിൽ ഒരു കൂതറ ഇരിക്കുന്നു എന്നാണ് അന്ന് ചലച്ചിത്ര പ്രവർത്തകർ പറഞ്ഞത്. കാരണം സദാ മദ്യപിച്ച് ലക്കില്ലാതെ എന്തൊക്കെയോ പെറുപെറുത്ത് പലരും കരുതി ഇതൊരു ബുദ്ധിജീവി ചമയലാണെന്ന്. പക്ഷേ രഞ്ജിത്തിന് തൻ്റെ സ്വാഭാവിക ജീവിതം നഷ്ടപ്പെടുകയായിരുന്നു. തുടക്കം മുതൽ രഞ്ജിത്ത്, നമുക്കറിയാം ഈ സിനിമാ ലോകത്തുള്ളവർ പറയുന്നതനുസരിച്ച് ഈ സ്ത്രീ വിഷയങ്ങളൊക്കെ ഉണ്ട്, അതല്ല അതിലെ കാതലായ പ്രശ്നം. അത് സിനിമാ ലോകത്ത് എല്ലാവർക്കും ഉണ്ട്. എല്ലാറ്റിനും ഒടുവിൽ കാരവാനിൽ സംഭവിച്ച ഒരു കടന്നുപിടുത്തമാണ് ഇപ്പോൾ രഞ്ജിത്തിനെ വീഴ്ത്തിയിരിക്കുന്നത്. പക്ഷേ ഇത് വല്ലാത്തൊരു സംഭവങ്ങളുടെ തുടർച്ചയാണ്. ഞാൻ പറഞ്ഞു 93 ദേവാസുരം. പിന്നീട് രഞ്ജിത്തിൻ്റെ തൂലികയിൽ പിറന്ന ചില ചിത്രങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചാൽ, നരസിംഹം ആ കാലഘട്ടത്തെ ഇളക്കി മറിച്ച ഒരു സിനിമയാണ്. പിന്നീട് ആറാം തമ്പുരാൻ, ഈ നരസിംഹം, ആറാം തമ്പുരാൻ, ദേവാസുരം, ഈ സിനിമകളിലൊക്കെ ഒരു പ്രത്യേക നായക സങ്കല്പമുണ്ട്. ആ നായകൻ നായികയെ തൻ്റെ ഇംഗിതങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു കളിപ്പാട്ടമാക്കി മാറ്റുന്നു. ആ നായകൻ വല്ലാത്തൊരു ധാർഷ്ട്യം നിറഞ്ഞ ഒരു ലോകത്ത് ജീവിക്കുന്ന ആളാണ്. ഈ ഒരു നായക സങ്കല്പം പിന്നീട് അയാൾ തൻ്റെ തൂലികയിൽ കാസിനോവ സങ്കല്പത്തിലേക്ക് മാറ്റി. യഥാർത്ഥത്തിൽ ഈ കഥാപാത്രങ്ങളിലേക്ക് ഒരു പരകായ പ്രവേശം നടത്തുകയായിരുന്നു രഞ്ജിത്ത്. പലപ്പോഴും നമുക്കറിയാം, സിനിമയിലേക്ക് ഒരു കഥാപാത്രം ജീവിതത്തിൽ നിന്ന് പരകായ പ്രവേശം നടത്തുന്നു, ആ കഥാപാത്രത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് പരകായ പ്രവേശം നടത്തുന്നു. ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അടർത്തിയെടുത്തതാണോ ഈ ചലച്ചിത്രമെന്ന് പലപ്പോഴും നമ്മൾ സംശയിക്കുന്നു. ആ ഒരു സർഗാത്മകത അയാളിലുണ്ട്. അതുകൊണ്ടാണല്ലോ തികഞ്ഞ മദ്യപാനിയായ രഞ്ജിത്ത് മദ്യപാനത്തിനെതിരെ സ്പിരിറ്റ് എന്ന സിനിമ ഇറക്കുന്നത്. അതേ രഞ്ജിത്ത് ഇന്ത്യൻ റുപ്പി എന്നൊരു സിനിമയിലൂടെ സാധാരണക്കാരുടെ ഒരു മുഖം ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നത്. പ്രാഞ്ചിയേട്ടൻ എന്ന സിനിമ, അതൊരു അപൂർവ സർഗാത്മകത നിറഞ്ഞ
പ്രതിഭയുടെ കയ്യൊപ്പ് ചേർത്ത ഒരു സിനിമയായിരുന്നു. പലരും എടുക്കാൻ മടിക്കുന്ന പല സിനിമകളും രഞ്ജിത്ത് എടുത്തു. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിനോട് വല്ലാത്തൊരു ആരാധന മലയാള സിനിമയെ സ്നേഹിക്കുന്നവർക്കുണ്ടായി. എന്നാൽ മറുവശത്ത് ഇതൊന്നുമായിരുന്നില്ല യഥാർത്ഥ കഥ. ഇത് നമ്മൾ കാണുന്ന, നമ്മളെ സംഭ്രമിപ്പിക്കുന്ന അപ്രപാളികളിലെ സിനിമയുടെ ഒരു മാസ്മരികതയാണ്. അതിനപ്പുറത്ത് മറ്റൊരു രഞ്ജിത്തുണ്ടായിരുന്നു, അപകടകാരിയായ ഒരു രഞ്ജിത്ത്. ആദ്യ കാലഘട്ടത്തിൽ രഞ്ജിത്തിൻ്റെ അഹങ്കാരത്തിന് മുന്നിൽ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ വല്ലാതെ വിഷമിച്ചിരുന്നു. രഞ്ജിത്തിൻ്റെ ഫോൺ കണ്ടാൽ പോലും അവരെടുക്കാൻ മടിക്കും, കാരണം അത്ര അഹങ്കാരവും ധാർഷ്ട്യവുമാണ്. എന്നാൽ അതേ രഞ്ജിത്തിലേക്ക് ഈ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ പിന്നീട് ചെന്നെത്തി കാലാന്തരത്തിൽ. അതിനു വേണ്ട സർഗശേഷി അയാൾക്കുണ്ടായിരുന്നു. അയാളൊരു നല്ല കലാകാരനായിരുന്നു, അത് നമുക്ക് അംഗീകരിക്കാം. പക്ഷേ അപ്പുറത്ത് പലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ, അതിലെ ഒരു നായക സങ്കല്പമുണ്ട്. എൻ്റെ പേര് മോശമാക്കാൻ നീ വീണ്ടും വന്നിരിക്കുകയാണോ എന്ന് ചോദിക്കുന്ന ഒരു നായക സങ്കല്പം. പിന്നീട് രഞ്ജിത്ത് അതായി മാറി. രഞ്ജിത്തിൻ്റെ സിനിമാ ജീവിതവും രഞ്ജിത്തിൻ്റെ സാധാരണ ജീവിതവും പിരിച്ചെടുക്കാൻ കഴിയാത്ത തലത്തിലേക്ക് ഒന്നായി. അതുകൊണ്ടാണല്ലോ പിന്നെ അനേക കഥകൾക്ക് രഞ്ജിത്ത് ഒരു കാരണമാകുന്നത്. ഇന്നൊരു മലയാള സിനിമ രഞ്ജിത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കുകയാണെങ്കിൽ അത് സൂപ്പർ ഹിറ്റാകും. കാരണം അത്ര വലിയ സംഭവങ്ങളുടെ ഒരു ചുരുളുകളാണ് രഞ്ജിത്തിലൂടെ പിന്നീട് പുറത്തു വന്നത്. നമുക്കറിയാം, മലയാളത്തിലെ ഒരു പ്രമുഖ നടി, അവർ പിന്നീട് വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. അവരുമായി ചേർത്ത് രഞ്ജിത്തിനെക്കുറിച്ച് ചില കഥകൾ പ്രചരിച്ചിരുന്നു. അവരെ മലയാളം ഒരുപാട് സ്നേഹിച്ചിരുന്നൊരു നടിയാണ്. അവരൊരിക്കലും രഞ്ജിത്തിനെ തള്ളിപ്പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ എത്ര കഥകൾ. ഇതിനിടയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിനെ തുടർന്നുണ്ടായ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനൊരു സ്പെഷ്യൽ ടീമിനെ ഗവൺമെൻറ് നിയോഗിക്കുന്നു. ആ കാലഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായൊരു ബംഗാൾ നടി ഇയാൾക്കെതിരെ, രഞ്ജിത്തിനെതിരെ ആരോപണവുമായി രംഗത്തെത്തുന്നത്, പരാതി നൽകുന്നത്. പലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകം എന്ന സിനിമയുടെ ചർച്ചാവേളയിൽ രഞ്ജിത്ത് കടന്നു പിടിച്ചു എന്നാണ് ബംഗാൾ നടിയുടെ പരാതി. ആ നടി ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട്, കർമ്മ. പക്ഷേ ആ നടിയുടെ പരാതി നിലനിന്നില്ല, കാരണം അതിന് കാലപ്പഴക്കം വന്നു, പല കാര്യങ്ങളിലും വ്യക്തതയില്ല. ഈ നടി ഈ പരാതി ഉയർത്തിയതിന് തൊട്ടു പിന്നാലെ കോഴിക്കോടുള്ളൊരു യുവാവ് ബംഗളൂരു താജ് ഹോട്ടലിൽ വെച്ച് പ്രകൃതി വിരുദ്ധ ലൈംഗികതയ്ക്ക് തന്നെ ഇരയാക്കി എന്നൊരു പരാതി കൊടുക്കുന്നു. പക്ഷെ അവിടെയും വർഷങ്ങളുടെ പഴക്കം അവ്യക്തതയ്ക്ക് കാരണമായി. അതുകൊണ്ട് തന്നെ കോടതിയിൽ ആ കേസ് നിലനിന്നില്ല. അപ്പോൾ അങ്ങനെ രക്ഷപ്പെട്ട ഒരു ധാർഷ്ട്യം വീണ്ടും രഞ്ജിത്തിൽ ഒരു പരകായ പ്രവേശം നടത്തി. രഞ്ജിത്ത് അങ്ങനെ വീണ്ടും ഒരു സിനിമയുടെ നിർമ്മാണ വേളയിലായിരുന്നു. ഫോർട്ട് കൊച്ചിയിൽ തൻ്റെ കാരവനിൽ, ഇപ്പോൾ കാരവനൊക്കെ വേണമല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇതൊരു ആസ്വാദനത്തിൻ്റെ ഒരു കാരവാനാണ്. സിനിമാ സെറ്റിൽ നടന്മാർക്കും സംവിധായകർക്കും ചുരുക്കം ചില നിർമ്മാതാക്കൾക്കുമൊക്കെ അർമാദിക്കാനുള്ള ഒരിടം കൂടിയാണ്. കാരവാനിൽ CCTV വെക്കണമെന്നുണ്ട്, പക്ഷേ രഞ്ജിത്ത് ഉപയോഗിച്ചിരുന്ന കാരവാനിൽ അതില്ല. എന്തായാലും കാരവാനിൽ മറ്റൊരു വനിതാ സംവിധായക കൂടി ഉണ്ട് എന്നാണ് രഞ്ജിത്ത് അവകാശപ്പെടുന്നത്. അതേക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. പക്ഷേ ഇവിടെ ഒരു ചെറുപ്പക്കാരിയായി നടി, ഒരു യുവനടിയാണ്. ഒരു അന്യഭാഷയിൽ നിന്ന് കേരളത്തിലെത്തി കൊച്ചിയിൽ താമസിക്കുന്ന ഈ നടിക്ക് മലയാള സിനിമയിലൂടെ ഒന്ന് വളർന്നു വരണമെന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു സംവിധായകനും തങ്ങളുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങും എന്നൊരു തോന്നലുണ്ടാവും. ഈ നടിയെ അഭിനയിപ്പിക്കുന്നു, പക്ഷെ നടിയുടെ മുഖത്ത് ഭാവം വന്നില്ല എന്നൊക്കെയാണ് ഇപ്പോൾ ഈ രഞ്ജിത്ത് പറയുന്നത്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട ചിലർ പറയുന്നത് ഈ നടിയെ തുടക്കം മുതൽ ഇയാൾ ഇറിറ്റേറ്റ് ചെയ്തിരുന്നുവെന്നാണ്. ഇറിറ്റേറ്റ് ചെയ്ത ഒടുവിൽ ഈ നടി കാരവാനിൽ ചെന്ന് ഇയാളോട് സംസാരിക്കാൻ ഇയാൾ തന്നെ ആവശ്യപ്പെട്ടതനുസരിച്ച് കാരവാനിൽ കയറി. അപ്പോൾ തന്നെ മൃഗീയമായി ഈ യുവതിയെ ഇയാൾ കടന്നു പിടിച്ചു എന്നാണ് യുവതിയുടെ പരാതി. അവരങ്ങ് തളർന്നുപോയി, പെട്ടെന്ന് കൗൺസിലിംഗ് വേണ്ടി വന്നു, പലരോടും പറഞ്ഞു. അപ്പോൾ ഈ യുവതിക്ക് കൃത്യമായി ഇതിൻ്റെ ഈ ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ്സ് ഒരു സെല്ല് വേണമെന്നുണ്ട്, അതൊന്നും വ്യക്തതയില്ല. ചിലരോടൊക്കെ പറഞ്ഞു, ആർക്കും ഒരു ധാരണയില്ല. ഒടുവിൽ ഗത്യന്തരമില്ലാതെ പോലീസിനെ സമീപിച്ചു. പോലീസിന് മുന്നിൽ ചെല്ലുന്നത് ഈ കൗൺസിലിംഗ് നടത്തിയ കൗൺസിലർ കൂടി പറഞ്ഞിട്ടാണ്. അങ്ങനെ പോലീസിന് മുന്നിൽ ചെന്ന് ഈ സത്യം പറഞ്ഞു. അപ്പോൾ ഈ യുവതി കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ പോലീസ് കമ്മീഷണർ നേരിട്ട് ഇതിലിടപെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് കാര്യം ബോധ്യമായി, ഇത് സത്യമാണെന്ന്. പക്ഷെ പിന്നെ രണ്ട് അപകടങ്ങളാണ്. ഒന്ന് രഞ്ജിത്താണ്. രഞ്ജിത്ത് CPMൻ്റെ വലിയ നേതാവാണ്. ഇലക്ഷനാണ് ഏപ്രിൽ 9. അതിനു മുൻപ് ഇത്തരമൊരു പരാതി മാധ്യമങ്ങളിലേക്ക് ചോർന്നു പോയാൽ
തെരഞ്ഞെടുപ്പിൽ അട്ടപടലം പാളും. കാരണം രാഹുൽ മങ്കൂട്ടത്തിലിനെ എറിഞ്ഞു വീഴിച്ച ചരിത്രമുണ്ട് ഈ പിണറായി വിജയൻ സർക്കാരിന്. തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ രാഹുലിൻ്റെ പിന്നാലെ പാഞ്ഞ പോലീസിനെ നമ്മൾ കണ്ടു. രാഹുലിനെ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് പിടികൂടാൻ വിരൽ പിടിക്കുന്ന ഭരണകൂടത്തെ കണ്ടു. അത്തരമൊരു യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോൾ ഇത് രഞ്ജിത്തിനെതിരെയുള്ള മൂന്നാം പരാതിയാണ്. അപ്പോൾ ഈ പരാതിയിൽ മനഭാവം പുലർത്തിയാൽ അത് പിണറായി വിജയൻ ഭരണകൂടത്തിന് വലിയ അപകടം ഉണ്ടാക്കുമെന്ന് പിണറായിക്ക് മനസ്സിലായി. സർഗാത്മകതയും പാർട്ടി ബന്ധങ്ങളും അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ മറ്റൊരു അപകടം കൂടി ഇപ്പോൾ സർക്കാരിന് മുന്നിലുണ്ട്. കാരണം നമുക്കറിയാം CPMൻ്റെ പാർട്ടി സെക്രട്ടറിയുടെ മകനുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഈ മകൻ രഞ്ജിത്തിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു എന്ന് മുൻപ് തന്നെ വാർത്തകളൊക്കെ വന്നിരുന്നു. രഞ്ജിത്ത് എന്തുകൊണ്ടാണ് പോലീസ് ഈ കേസെടുത്ത വിവരം മനസ്സിലാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചത്? കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കാൻ വേണ്ടിയാണ് തൊടുപുഴ മുട്ടം വഴി പാഞ്ഞത്. ബോബി കുര്യൻ എന്ന നടൻ്റെ കാറിൽ കയറി. പക്ഷെ അവിടെ ചില ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി. ഇന്നലെ വൈകിട്ട് എൻ്റെ ഒരു സുഹൃത്ത് നമ്മുടെ തൊടുപുഴയിലെ സിസിലിയ ഹോട്ടൽ എന്ന് പറയുന്നത് ഹോട്ടൽ ഗ്രൂപ്പ്, ഒരുപാട് ഹോട്ടലൊക്കെ ഉണ്ട്, ബിനോയ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, എന്നെ വിളിച്ചു. പക്ഷെ അന്നേരം ഞാനിവിടെ റെക്കോർഡിങ്ങിലായിരുന്നു. പിന്നെ വൈകിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒരു വലിയ സംഭവം ഉണ്ടായി. അപ്പോഴേക്കും ഞാൻ അറിഞ്ഞു കഴിഞ്ഞു, കാരണം ഈ ചാനലുകളിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാറ് പോകുന്നു, പെട്ടെന്ന് 2 പോലീസ് വണ്ടി ഇദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിലാണ് കൊണ്ടുവന്ന് ബ്ലോക്ക് ചെയ്തിടുന്നു. പോലീസെല്ലാം താഴെ ചാടി ഇറങ്ങുന്നു. കാറിൽ നിന്ന് ഒരാളെ പിടിച്ച് പോലീസ് ജീപ്പിലേക്ക് ആയിരുന്നു. അന്നേരം ഞങ്ങളൊക്കെ അദ്ദേഹം വീട്ടിൽ നിന്നിറങ്ങി, എന്താണെന്ന് മനസ്സിലാകുന്നില്ല, നോക്കി, അയൽക്കാരൊക്കെ കൂടി. അപ്പോൾ എല്ലാവരും കരുതി എന്തോ മയക്ക് വരുന്ന കേസിന് ചേസ് ചെയ്ത് പോലീസ് പിടിച്ചതാണെന്ന്. പക്ഷേ പിന്നീട് പോലീസ് പറഞ്ഞു ഒരു സിനിമാക്കാരനാണ്. ആദ്യം പോലീസ് പോലും ആരാണെന്ന് പറയുന്നില്ല. പോലീസ് വാഹനത്തിൽ കയറ്റി നേരെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അപ്പോഴേക്കും ഇത് സംസാരമായി. ലോക്കൽ ചാനലുകളും പത്രങ്ങളും ഒക്കെ അറിഞ്ഞു. സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തു എന്ന് കസ്റ്റഡിയിലെടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ മാധ്യമപ്രവർത്തകർ ഓടിയെത്തുന്നത്. ഈ വിവരം പറയാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം എന്നെ അപ്പോൾ വിളിച്ചത്. കാരണം നമ്മൾ ചാനൽ നടത്തും, ഒരു ബ്രേക്കിംഗ് ന്യൂസ് കിട്ടിക്കോട്ടെ എന്നൊക്കെ വെച്ച്. തൊടുപുഴ സ്റ്റേഷനിലെത്തിയപ്പോൾ ആദ്യം ധാർഷ്ട്യമാണ് രഞ്ജിത്ത് കാട്ടിയത്. കാരണം പാർട്ടിക്കാർ വിളിച്ചില്ലേ എന്നാണ് CIയോട് ആദ്യം ചോദിച്ചത്. ബന്ധപ്പെടും എന്നുള്ളത് ഒരു ഭാവമായിരുന്നു പുറത്തെടുത്തത്. പക്ഷെ ആരും രക്ഷപ്പെടുത്താനില്ല. ഇത് ഇവിടുത്തെ ഭരണാധികാരികൾ അറിഞ്ഞ് കമ്മീഷണറൊക്കെ നേരിട്ടിടപെട്ട് കൃത്യമായ ഓപ്പറേഷൻ നടത്തിയാണ് തൂക്കിയത് എന്ന് രഞ്ജിത്തിനോട് പോലീസുകാർ നല്ല സഭ്യമായ ഭാഷയിൽ പറഞ്ഞപ്പോൾ പാളിയെന്ന് മനസ്സിലായി, പണി പാളിയെന്ന്. അപ്പോൾ കൂടെ ഓടി കിതച്ച് ബോബി കുര്യനുണ്ട്, നടൻ. അത് വേണ്ടപ്പെട്ടവരൊക്കെ ബന്ധപ്പെട്ടോളും എന്നായി അയാൾ. ഇതിൻ്റെ ഈ കൂടെ ഉണ്ടായിരുന്ന 2 പേര് വിളിച്ച് പറഞ്ഞ് ഇവരുടെ കുറച്ച് സഹായികളുണ്ട്, സിനിമാ സഹായികൾ, ഈ തൊടുപുഴ ടീംസാണ്. അവരോടി പോലീസ് സ്റ്റേഷന് പുറത്തെത്തി. മാധ്യമപ്രവർത്തകർ തടിച്ചുകൂടിയപ്പോൾ അവർ അധികാരം കാണിക്കാൻ തുടങ്ങി. ഇതാരാണ് എന്നറിയാമോ? രഞ്ജിത്താണ്. അപ്പം മാധ്യമപ്രവർത്തകർ പറഞ്ഞ് അറിയാം, CPMന് വളരെ വേണ്ടപ്പെട്ടയാളാണ്, നിങ്ങൾ ആവശ്യമില്ലാത്ത പണിക്ക് പോയാൽ നിങ്ങളൊക്കെ പണി മേടിച്ച് കിട്ടും. മാധ്യമപ്രവർത്തകർ പറഞ്ഞാൽ അത് മനസ്സിലാക്കി തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം വിരട്ട് ഇതായിരുന്നു, CPMന് വേണ്ടപ്പെട്ടതാണ്, അത് CPMന് വേണ്ടപ്പെട്ടവർ അവർ സംരക്ഷിച്ചാണ്, അതിൽ വ്യത്യാസമില്ല. പക്ഷേ ഇത് ഒരു അപകടക്കണി മുന്നിൽ നിൽക്കുന്നു, ഇലക്ഷൻ. അതിനു മുന്നേ ഇത്തരം സാഹസങ്ങൾ കാട്ടുന്നത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമായിരിക്കുമെന്ന് പിണറായി വിജയനും സംവിധാനങ്ങൾക്കുമൊക്കെ കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ ഇതുപോലെ പ്ലാൻ ചെയ്തത്. കൊച്ചി പോലീസ് കമ്മീഷണർ ACPയും ചേർന്ന് വളരെ ഭദ്രമായ തലത്തിൽ താഴേക്കിടയിലുള്ള ഒരൊറ്റ പോലീസുകാരന് ഇൻഫർമേഷൻ കൊടുത്തില്ല. ഇന്ന വാഹനത്തിൽ പോകുന്ന നരച്ച താടിയുള്ള ആളെ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് പിടിക്കണം എന്ന് മാത്രമുള്ള ഇൻഫർമേഷൻ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ കിട്ടിയത്. അത് കൊച്ചി കമ്മീഷണർ ഓഫീസിൽ നേരിട്ടാണ് ഓപ്പറേറ്റ് ചെയ്തത്. കൊച്ചി പോലീസ് മറ്റ് പോലീസുകാർക്കൊന്നും ഇത് സംബന്ധിച്ച് വിവരമില്ല. ഒരു വനിതാ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അവിടുത്തെ CI മാത്രമേ അത് അറിഞ്ഞിട്ടുള്ളൂ. അപ്പം അത്ര രഹസ്യാത്മകമായി ഓപ്പറേറ്റ് ചെയ്തു. രഞ്ജിത്തിനെ പിടികൂടിയപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതികരണങ്ങൾ മനസ്സിലാക്കി. അതിനുശേഷം കൊച്ചിയിൽ നിന്ന് പോലീസ് ടീം ചെന്നു, നേരെ തൂക്കിയെടുത്ത് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് പതിവ് പോലെ ഏതൊരു കുറ്റവാളിയെ പിടിച്ചാലും വൈദ്യപരിശോധനയ്ക്ക് എന്നപ്പോഴാണ് രഞ്ജിത്തിൻ്റെ കരൾ ഈ അടുത്ത കാലത്ത് മാറ്റിവെച്ചത്. വാരിയലിലൊരു സർജറി വേണ്ടി വന്നിട്ടുണ്ട്, നട്ടലിലൊരു സർജറി വേണ്ടി വന്നിട്ടുണ്ട്. വാരിയലിലും ലിവറും ഒക്കെ പോയാലും ഈ വൈദ്യപരിശോധനയിൽ മറ്റു ഉപകരണങ്ങൾക്ക് വലിയ തകരാറില്ല. അങ്ങനെ രഞ്ജിത്തിൻ്റെ വൈദ്യപരിശോധനയൊക്കെ പൂർത്തിയാക്കി രഞ്ജിത്തിനെ കോടതിയിലേക്ക് കൊണ്ടുപോയി. അപ്പോഴൊരു പ്രതീക്ഷയുണ്ട്, കോടതി ഈ ഇലക്ഷനൊക്കെ മുന്നിൽ നിൽക്കുന്നു, വരിഞ്ഞു മുറുക്കി പിടിച്ച് അകത്തിടില്ലെന്ന്. എന്തായാലും റിമാൻഡിലായി. ഇതൊരു വലിയ തിരിച്ചടിയാണ്.
ഇത് രഞ്ജിത്തിന് മാത്രമല്ല, സിനിമാ ലോകത്തേറ്റ ഒരു വലിയ തിരിച്ചടിയാണ്. ആദ്യമായാണ് ഒരുപക്ഷെ മലയാള സിനിമയിൽ ഇത്രയധികം പ്രാമുഖ്യമുള്ള ഒരു വ്യക്തിയെ തൂക്കിയകത്തിടുന്നു. മുമ്പ് നമുക്കറിയാം പല സിനിമാക്കാരും അറസ്റ്റിലായിട്ടുണ്ട്. സിദ്ദിഖുമൊക്കെ അറസ്റ്റിലായി സ്റ്റേഷനിൽ നിന്ന് ജാമ്യം നേടി പോകുന്നത് നമ്മൾ കണ്ടു. ഇവിടെ രഞ്ജിത്തും ശ്രമിച്ചത് അതിനാണ്. രഞ്ജിത്ത് പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ അപ്പോൾ തന്നെ പ്രതികരിച്ചു. ഒന്ന്, ഈ യുവനടി തന്നെ കയറി പിടിച്ചതാണെന്ന്. തനിക്ക് ആ യുവതിയെ പിടിക്കാനുള്ള ആരോഗ്യമൊന്നുമില്ല, യുവതി ഒരു തള്ളുകളിൽ താൻ താഴെ വീഴും. ഇത് പലപ്പോഴും പല പീഡന കേസുകളിൽ നമ്മൾ കേൾക്കാറുള്ളതാണ്. ആ യുവതി തന്നെ കയറി പിടിച്ചതാണെന്നും ഇത്തരത്തിലുള്ള വിശദീകരണങ്ങൾ. പക്ഷെ അതൊന്നും ഇപ്പോൾ വിലപ്പോകുന്നില്ല. രഞ്ജിത്തിൻ്റെ ഈ ഒരു പീഡനത്തിൻ്റെ നിയമപരമായ വശം പോലീസും കോടതിയും ഒക്കെ തെളിയിക്കട്ടെ. നമുക്കിപ്പോൾ ഇതിൻ്റെ പേരിൽ രഞ്ജിത്തിനെ വിചാരണ ചെയ്യുന്നത് ശരിയല്ല. ഇത് ഒരു പീഡനം, ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു, പരാതി സത്യമാണെന്ന് പോലീസ് പറയുന്നു. ആ പീഡനത്തിൻ്റെ സത്യാവസ്ഥ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തട്ടെ, ശിക്ഷിക്കട്ടെ. പക്ഷേ രഞ്ജിത്തിനെ നമുക്കൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. കാരണം ഇതൊരു പ്രതീകമാണ്, ധാർഷ്ട്യത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ, തൻപോരുമയുടെ ഒരു പ്രതീകമാണ്. ഇത്തരം പ്രതീകങ്ങൾ സമൂഹത്തിൽ എപ്പോഴും പല അപകടങ്ങളും വിതയ്ക്കും. കാരണം ഇവർ മറ്റു പലർക്കും മാതൃകയാകുന്നവരാണ്. ഈ സിനിമാ ലോകത്തെ ഇത്തരം കൾട്ടുകളെ കണ്ട് വളരുന്ന വലിയൊരു വിഭാഗമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ന്യൂജൻ, നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഇവിടെ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ എത്രയധികം യുവാക്കളും യുവതികളും ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. അവർക്കൊക്കെ ഈ ഇത്തരം കഥാപാത്രങ്ങൾ, രഞ്ജിത്തിനെ പോലുള്ള കഥാപാത്രങ്ങൾ വലിയ ഒരു ആരാധനാപാത്രമാണ്. സർഗാത്മകതയുടെ മലയാളത്തിലെ ഏറ്റവും കരുത്തുറ്റ പര്യായമാണ്. എത്ര സിനിമകൾ, നന്ദനം, നമുക്കറിയാം, ആ സിനിമകളൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകി വന്നിട്ടുണ്ട്. അപ്പോൾ രഞ്ജിത്ത് തൻ്റെ സർഗാത്മകതയിലൂടെ മലയാളികളുടെ മനസ്സിൽ ഒരു കാലഘട്ടത്തിൽ ഒരു സിനിമാ വസന്തം വിരിയിച്ചിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഏറെ വേറിട്ട് വളരെ വികൃതമായ ഒരു മനസ്സ് ഇയാൾ സൂക്ഷിച്ചിരുന്നു. രഞ്ജിത്തിനെ സിനിമയിലേക്ക് ആ കാലത്ത് കൂട്ടിക്കൊണ്ടുവന്നതിൽ സ്വർഗചിത്ര അപ്പച്ചനൊക്കെ വലിയ പങ്കുണ്ട്. അപ്പോൾ സ്വർഗചിത്ര അപ്പച്ചൻ അക്കാര്യത്തിൽ വലിയ പങ്ക് വഹിച്ചയാളാണ്. പിന്നീട് ആൻ്റണി പെരുമ്പാവൂർ, അങ്ങനെ മോഹൻലാൽ, ഈ ബന്ധങ്ങളൊക്കെ സമർത്ഥമായി രഞ്ജിത്ത് ഉപയോഗിച്ചു. പക്ഷേ രഞ്ജിത്ത് ഒരിടത്ത് പോലും ഒരു ബ്രാൻഡഡ് ആയിരുന്നില്ല. ഇപ്പം മോഹൻലാൽ ബ്രാൻഡഡ് ആയിരുന്നില്ല, മമ്മൂട്ടി ബ്രാൻഡഡ് ആയിരുന്നില്ല. മോഹൻലാലിനും മമ്മൂട്ടിക്കും പൃഥ്വിരാജിനും ഒക്കെ ഓരോരോ സ്പേസ് കൊടുത്തുകൊണ്ടായിരുന്നു രഞ്ജിത്ത് കളിച്ചത്. പക്ഷേ ഇതിലപ്പുറം രഞ്ജിത്ത് തൻ്റെ ജീവിതം എറിഞ്ഞുടയ്ക്കുമ്പോൾ നമുക്ക് നിസ്സംഗതയോടെ ഇത് നോക്കി നിൽക്കാനേ കഴിയൂ. രഞ്ജിത്തിനെ ശിക്ഷിക്കുക എന്നത് നിയമത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. പക്ഷേ അതിലപ്പുറം ഇത്തരം കൾട്ടുകൾ, ഇരട്ട മുഖങ്ങൾ, പൊയ് മുഖങ്ങൾ വീണുടയുക തന്നെ ചെയ്യണം. നമുക്കറിയാം, ആ യുവാവിനെ പ്രകൃതി വിരുദ്ധതയ്ക്ക് ഇരയാക്കി ബംഗാളി നടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, ഈ യുവനടിയെ കടന്നു പിടിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ. 62 വയസ്സുണ്ട് രഞ്ജിത്തിന്. അപ്പോൾ ഇത്തരം ആരോപണങ്ങളൊക്കെ ഇത്ര മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംവിധായകനെതിരെ ഉയരുമ്പോൾ അത്ര നിസ്സാരമല്ല. രഞ്ജിത്ത് വീണുടയേണ്ടതുണ്ട് എങ്കിൽ വീണുടയുക തന്നെ ചെയ്യണം. ഇവിടെ ഇപ്പോൾ സാറ് പറഞ്ഞു അയാളൊരു ആരാധനാപാത്രമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും, കാരണം ഇപ്പോൾ IFFK വേദിയിലേക്ക് വരുന്നവർക്കൊക്കെ അയാളുടെ സിനിമകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്ങനെ തോന്നുമെങ്കിലും അതേ വേദിയിൽ നിന്നാണ് ആ ചെറുപ്പക്കാർ തന്നെയാണ് രഞ്ജിത്തിനെ അന്ന് കൂവി ഓടിച്ചതെന്ന് നമ്മൾ ഓർക്കണം. ഈ കൂവി എന്നെ തോൽപ്പിക്കേണ്ട എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഉച്ചത്തിൽ കൂവുന്ന ഒരു വിഭാഗത്തെയാണ് നമ്മൾ അവിടെ കണ്ടത്. അതായത് അയാളെ അംഗീകരിക്കേണ്ട ഒരു ആവശ്യം ഞങ്ങൾക്കില്ല, അയാളവിടെ ആരാണ്. പിന്നീട് സർക്കാരിന് നേരെ വലിയ വിമർശനങ്ങൾ വന്നു, ഇതുപോലെ ഒരുത്തനെയാണോ ഇവിടെ കൊണ്ടിരുത്തുന്നത് എന്നൊക്കെ. പിന്നീട് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ പണ്ട് നമ്മൾ കണ്ട് കൈയടിച്ച സിനിമകളൊക്കെ ചിലപ്പോൾ ഇപ്പം ഏറ്റവും കൂടുതൽ രഞ്ജിത്തിൻ്റെ സിനിമകൾ വിമർശനത്തിന് വരുന്നുണ്ട്. അതായത് പ്രത്യേകിച്ചും ഈ സ്ത്രീകളെ ഒരു ഉപഭോഗ വസ്തുവായിട്ട് മാത്രം ചിത്രീകരിക്കുന്ന. പക്ഷെ നമ്മൾ കണ്ട മറ്റു ചില പ്രതീകങ്ങളുണ്ട്. ഭരതനും പത്മരാജനും ഒക്കെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് എത്രയോ പ്രാധാന്യങ്ങൾ കൊടുത്ത് സിനിമകൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന രഞ്ജിത്ത് പക്ഷെ നേരെ തിരിച്ചാണ്. ആണത്തം തുളുമ്പുന്ന സിനിമകൾ, മുണ്ടു മടക്കി കുത്തുക, മീശി പിരിക്കുക, അതിനൊക്കെ ഒരു വലിയ പ്രാധാന്യം കൊടുക്കുന്ന, എന്നാൽ സ്ത്രീകൾ ഈ നായകന് താഴെ നിൽക്കേണ്ട ഒരാളാണ് എന്നുള്ള രീതിയിലുള്ള സിനിമകൾ ചെയ്തു വയ്ക്കുന്നു. അന്ന് അതിനൊക്കെ ഒരു വലിയ കയ്യടി കിട്ടുന്നുണ്ടെങ്കിലും പക്ഷേ ഇന്നത് വിമർശിക്കപ്പെടുന്നുണ്ട്. പ്രക്ഷോഭ പറഞ്ഞ ആ പോയിന്റിലേക്ക് തന്നെ വരാം. 2025 IFFK വേദിയിൽ വെച്ച് കൂവി ഓടിക്കപ്പെടുന്ന രഞ്ജിത്തിൻ്റെ ഒരു ദൃശ്യം. പക്ഷെ ആ ദൃശ്യത്തിനും മലയാള സിനിമാ ലോകത്ത് ദേവാസുരം സംഭാവന ചെയ്യുന്ന ആ ദൃശ്യത്തിനുമിടയിൽ ഒരു 32 വർഷത്തെ ഒരു ഗ്യാപ്പുണ്ട്. ആ 32 വർഷത്തിനിടയിൽ രഞ്ജിത്ത് എന്ന
ആ ബിംബം വീണുടഞ്ഞു. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്, പൂർണ്ണമായും വീണുടഞ്ഞു. പിന്നീട് രഞ്ജിത്തിൻ്റെ നായക സങ്കല്പം അതിലൊരു അരാജകത്വമുണ്ട്. നായകൻ മുണ്ട് മടക്കി കുത്തുമ്പോൾ അടിവസ്ത്രത്തിൻ്റെ അഗ്രം കണ്ടിരിക്കണം എന്ന് അപ്പോൾ സെറ്റിൽ നിബന്ധന വയ്ക്കുന്ന ഒരു സംവിധായകനാണ്. നായകൻ നടന്നു നീങ്ങുമ്പോൾ അവൻ്റെ കൊമ്പുകുലുക്കിയുള്ള നടത്തം വേണം എന്ന് ശഠിക്കുന്ന സംവിധായകനാണ്. അപ്പോൾ ആ നായക സങ്കല്പത്തിൽ ആ മാനുഷികത കലർത്തി സ്ത്രീയെ ചൂഷണം ചെയ്യാൻ ആ നായകൻ അവകാശമുണ്ട് എന്ന് പ്രേക്ഷകരെയും സമൂഹത്തെയും ബോധ്യപ്പെടുത്തുന്ന തലത്തിൽ തന്നെയാണ് അയാളുടെ രചനകൾ. പക്ഷേ ആ രചനകൾക്കപ്പുറത്ത് അതിനൊരു സർഗാത്മകത ഉള്ളത് കൊണ്ടാണ് മലയാള ചലച്ചിത്ര ലോകം അയാൾ അംഗീകരിച്ചത്. ആ സർഗാത്മകതയുടെ കരുത്തിൽ ഏറ്റവും ഹീനമായ ജീവിതഘട്ടത്തിലേക്ക് പലപ്പോഴും തിരിഞ്ഞു. അത് സ്ത്രീ വിഷയങ്ങളിലും മദ്യപാനത്തിലും അതിലപ്പുറം വളരെ അരാജകമായൊരു ജീവിത ശൈലിയിലേക്കും. അയാൾക്ക് ആ പഴയകാല സൗഹൃദങ്ങളിന്നില്ല. ഞാൻ ഇയാളുടെ ഒരു സുഹൃത്ത് ബന്ധത്തിലുള്ളൊരു കൊച്ചിയിലെ ഒരു സിനിമ പ്രവർത്തകന്, ചലച്ചിത്ര ലോകത്തൊരു പ്രമുഖൻ തന്നെയാണ്, അദ്ദേഹവുമായി ഞാൻ ഇന്ന് സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞ ചില വാസ്തവങ്ങളുണ്ട്. തിലകനെ മർദ്ദിച്ച കാര്യം, മറ്റ് പലരെയും, ഒടുവിൽ ഉണ്ണികൃഷ്ണനെ അത്ര മൃഗീയമായി ആക്ഷേപിച്ച കാര്യം. ഒരു കാലഘട്ടത്തിൽ ഇയാൾക്ക് വലിയ കമൽ ഒരു സിനിമാ ഗുരുവായിരുന്നു. കമലിൻ്റെ ശിക്ഷണത്തിലാണ് ആദ്യ കാലഘട്ടത്തിലുള്ള തുടക്കം. പക്ഷെ കമൽ എന്ന ഗുരു പിന്നീട് രഞ്ജിത്തിനെ വെറുത്തു. പക്ഷെ കമലിൻ്റെ സ്വഭാവം നമുക്കറിയാം, അതും ഇതും ഏകദേശമൊക്കെ ഒരുപോലെ. അപ്പോൾ കമൽ വെറുത്തു. ഗിരീഷ് പുത്തഞ്ചേരിയെ പോലുള്ള ആളുകളെ രഞ്ജിത്ത് ഫലപ്രദമായി ഉപയോഗിച്ചു. രഞ്ജിത്തിന് സർഗാത്മകത ഉണ്ടായിരുന്നുവെങ്കിലും ഈ സിനിമാ ലോകത്ത് വളരെ കരുത്തുറ്റ സർഗാത്മകത സൂക്ഷിച്ചിരുന്ന പലരുമായും ഇയാൾ വലിയ സൗഹൃദത്തിൽ ഇടപെട്ടു. തൻ്റെ ഓരോ രചനയിലും അവരുടെയൊക്കെ ഒരു കരസ്പർശം വാങ്ങിയെടുത്തു. അതിന് പലപ്പോഴും സൗഹൃദം ഉപയോഗിച്ചു. പിന്നീട് വളർന്നു കയറിയപ്പോൾ ഈ സൗഹൃദമെല്ലാം മറന്നു. ഒരു ചവിട്ടിൽ നിന്ന് മണ്ണ് മറന്നു. അയാളുടെ വൈകുന്നേരങ്ങൾ ആഘോഷത്തിൻ്റെയും അർമാദത്തിൻ്റെയുമായി. അവിടെ വൻതോക്കുകളെ അയാൾ വിളിച്ചു വരുത്തി. അവിടെ സ്ത്രീകൾ ധാരാളമായി ഉണ്ടായി. അതുകൊണ്ടാണ് മലയാള സിനിമാ ലോകത്ത് പിന്നീട് നമ്മൾ കേട്ട വൃത്തികെട്ട കഥകളുടെ ഒരു ഭാഗത്തോരം ചേർന്ന് നിൽക്കുന്ന രഞ്ജിത്തിനെ കാണുന്നത് മലയാള സിനിമാ സെറ്റുകൾക്കപ്പുറത്ത് വൈകുന്നേരങ്ങൾ ഗ്രൂപ്പ് സെക്സിൻ്റേതും നെറുകേടിൻ്റെയും അമിത മദ്യപാനത്തിൻ്റെയും വേദികളാണ് എന്ന പച്ചയായ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മെ കൊണ്ടുചെന്ന് എറിഞ്ഞിടുന്ന ചുരുക്കം ചില കഥാപാത്രങ്ങളിലൊന്നാണ് ഇതുപോലെയുള്ളവർ. രഞ്ജിത്തിനെക്കുറിച്ച് നമുക്ക് അത്ര ആധികാരികമായി ഇത്ര വിലയിരുത്തലുകളിലേക്ക് എത്താനൊന്നും കഴിയില്ല. പക്ഷേ പുറത്തേക്ക് വരുന്ന ഈ മലീമസമായ കഥകൾ, ഏറ്റവും വൃത്തികെട്ട വർത്തമാനങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വ്യക്തിപരമായ ഒരു ജീവിതത്തിൻ്റെ താളപ്പിഴയല്ല ഇത്. സമൂഹത്തിൽ ഇത്തരം കൾട്ടുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അപകടമുണ്ടാക്കും. അതുകൊണ്ടാണ് ഇവിടെ സൂക്ഷിക്കപ്പെടേണ്ടത്, സൂക്ഷ്മത പുലർത്തേണ്ടത്. കാരണം ഇവിടെ ഒരു വ്യക്തിക്ക് സുരക്ഷിത വലയം തീർക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPM. ആ CPMൻ്റെ ധാർഷ്ട്യത്തിലാണ് ഇയാൾ സംസാരിക്കുന്നത്. ആ ധാർഷ്ട്യത്തിലാണ് ഇയാൾ വെല്ലുവിളിച്ചത്. ആ ധാർഷ്ട്യത്തിലാണ് സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചത്. ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും കാരവാനിലേക്കൊരു യുവനടിയെ വലിച്ചു കയറ്റി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല. അതിലും വ്യക്തിപരമായ പ്രശ്നങ്ങൾ നമുക്ക് അവിടെ കണ്ടെത്താൻ കഴിയില്ല. ആ യുവതി പറഞ്ഞത് സത്യമോ കള്ളമോ അതൊക്കെ തെളിയിക്കപ്പെടട്ടെ, അതൊക്കെ പോലീസിൻ്റെ ഉത്തരവാദിത്വം. പക്ഷേ ഇതിലപ്പുറം ഇതൊരു വല്ലാത്ത ബിംബമായി മാറിയിരുന്നു. ഈ സ്പിരിറ്റിൻ്റെ വല്ലാത്തൊരു ബിംബമായി മാറിയിരുന്നു. അത് തീർച്ചയായിട്ടും വിചാരണ ചെയ്യപ്പെടണം, കൂടുതൽ പരിശോധിക്കപ്പെടണം, കൂടുതൽ പരീക്ഷണങ്ങളിലേക്ക് കടക്കണം. അയാളുടെ ശാരീരിക ദുർബലാവസ്ഥയൊന്നും അതിന് ഒരു എക്സ്ക്യൂസ് അല്ല. ഇവിടെ ഇപ്പോൾ സാധാരണ നമുക്കൊരു സിനിമാക്കാരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ, പോലീസിന്റെ വലയിലായി കഴിഞ്ഞാൽ പ്രതികരിച്ച് കൂടോടെ ഇളകുന്ന ഒരു മലയാള സിനിമയെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. രാഹുലിന്റെ വിഷയത്തിൽ പോലും ഏറ്റവും പ്രതികരണമാണ്. പെണ്ണുങ്ങളെല്ലാം കൂടെ കട്ടക്കിറങ്ങി തകർക്കുമായിരുന്നു. അപ്പോൾ അത്രയും പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ രഞ്ജിത്ത് അറസ്റ്റിലാകുന്നു, സിനിമാ ലോകം മൗനത്തിലാണ്, അധികം ആരും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. CPMലേക്ക് വരികയാണെങ്കിൽ അവരുടെ വളരെ വേണ്ടപ്പെട്ട ആളാണ്. അപ്പോൾ ഈ പറയുന്ന CPMകാർ പ്രതികരിക്കുന്നില്ല, എല്ലായിടത്തും ഒരു മൗനമാണ്. അല്ല, രഞ്ജിത്ത് പലർക്കും ഒരു ആരാധനാപാത്രം ഇപ്പോഴും, പ്രത്യേകിച്ച് ഈ ഇടതു കേന്ദ്രങ്ങൾക്ക്, ഇടതു സാംസ്കാരിക നായകർക്ക് രഞ്ജിത്തിനെ അത്ര പെട്ടെന്ന് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം രഞ്ജിത്തിനെ തള്ളിപ്പറഞ്ഞാൽ ഇവരൊക്കെ ഭയപ്പെടുന്നത് ഇതുപോലെ ഒരുപാട് ബിംബങ്ങളുണ്ട്. രഞ്ജിത്ത് ചിലപ്പോൾ താഴേക്ക് വീഴുന്നത് വേറൊരു കാലിൽ പിടിച്ചായിരിക്കും. ആ
കാലിൻ്റെ ഉടമയുടെ കൈ മറ്റൊരു കാലിലായിരിക്കും കുരുത്തിരിക്കുന്നത്. അത് കൂട്ടത്തോടെ എല്ലാം കൂടെ വീഴും. അങ്ങനെ പടുകുഴിയിലേക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ ചെന്ന് വീഴുമ്പോൾ അത് കുറച്ചൊക്കെ ചത്തുപോകും. അതുകൊണ്ട് അങ്ങനെ ചാടിപ്പിടിച്ച് കൈ കൊടുത്ത് രക്ഷപ്പെടുത്താനൊന്നും ശ്രമിക്കത്തില്ല. ഒന്നും കാണാത്ത മട്ടിൽ പലരും തിരിഞ്ഞിരിക്കും. അത് സിനിമാ ലോകത്തിൻ്റെ ഒരു ഗതിയാണ്. ഇത് എം വി ഗോവിന്ദൻ ഒക്കെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് വീഴുമോ? കാരണം കഴിഞ്ഞ കുറേ കാലമായിട്ട് എം വി ഗോവിന്ദൻ്റെ മകനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ സാമ്പത്തിക തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടും കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നതിനെക്കുറിച്ചുമൊക്കെ ഒരുപാട് അപവാദങ്ങൾ. അത് കൂടാതെ ഈ പറയുന്ന രഞ്ജിത്തുമായിട്ട് ബന്ധപ്പെട്ടും നിരവധി കാര്യങ്ങൾ ഇതിന് മുൻപും വന്നിട്ടുണ്ട്. രഞ്ജിത്തിന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം കിട്ടുന്നത് ഈ പറയുന്ന ഗോവിന്ദനുമായിട്ടുള്ള വളരെ അടുപ്പമുള്ള ബന്ധം കൊണ്ടാണ് എന്നൊക്കെയുള്ള പറയുന്നുണ്ട്. ഇവിടേക്ക് വരികയാണെങ്കിൽ തളിപ്പറമ്പിൽ ശ്യാമള സ്ഥാനാർത്ഥിയാണ്. അല്ല, ഇതൊരു കൊടുങ്കാറ്റാണ്. ഈ കൊടുങ്കാറ്റിൽ പല കാരണങ്ങളും പല വസ്തുതകളുമുണ്ട്. ഇതെല്ലാം കൂടി ഒരു കൊടുങ്കാറ്റ് പോലെ ഇപ്പോൾ ആർത്തലിച്ച് വരികയാണ്. അതിനിടയിൽ രഞ്ജിത്തിലേക്കൊന്നും ഫോക്കസ് ചെയ്യാൻ ഇപ്പോൾ പ്രതിപക്ഷത്തിനോ മറ്റുള്ളവർക്കോ മാധ്യമങ്ങൾക്കോ കഴിയില്ല. ഇത് ഇന്നത്തെ ഒരു കഥ കൊണ്ട് അവസാനിക്കും. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ഈ എലമെൻറ്റ്സ് കടന്നിരിപ്പുണ്ട്. ഇതൊക്കെ ആത്യന്തികമായി CPM വലിയ ദോഷം ചെയ്യും. കാരണം ഇത്തരം കഥാപാത്രങ്ങളെ തലയിൽ ചുമന്നതിൻ്റെ വലിയ നാറുന്ന അനുഭവമാണ് ഇപ്പോൾ CPM കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഇത് ഒരാളല്ലോ, എത്ര അനുഭവങ്ങൾ. നമുക്കൊരിക്കലും രഞ്ജിത്തിൻ്റെ ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിലല്ല വിമർശനം. നമ്മൾ കേട്ട ഒരുപാട് ആരോപണങ്ങളിൽ ആ മലയാള സിനിമാ ലോകത്തെ ഇത്ര മലീമസപ്പെടുത്തിയ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൻ്റെ കഥ പണ്ടുമുണ്ട്. ഇപ്പോൾ പത്മനാഭനൊന്നും വലിയ അത്തരത്തിൽ തീർച്ചയായിട്ടും നമുക്കറിയാം, ഒത്തിരി കഥകളറിയാം. പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പലപ്പോഴും മനുഷ്യ മൃഗമായി മാറുന്ന ഒരു തലം കാണുന്നു. അതാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തത്. എന്തായാലും രഞ്ജിത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അത് CPM സംബന്ധിച്ചിടത്തോളം കൈകൊള്ളുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് രക്ഷിക്കാൻ തയ്യാറാകാതെ സർക്കാർ തന്നെ രഞ്ജിത്തിനെ പൂട്ടിയത് എന്നുള്ളത് നമുക്ക് വ്യക്തമാകുകയാണ്. കാരണം ഒന്ന് രക്ഷപ്പെടാൻ പോലും സമയം കൊടുത്തില്ല രഞ്ജിത്തിന്. അപ്പോൾ പണ്ടത്തെ SFIക്കാരനാണ് എന്നുള്ള അഹങ്കാരത്തിൻ്റെ കൊമ്പൊക്കെ ഒടിയുന്ന ഒരു രഞ്ജിത്തിനെയും നമ്മളിപ്പോൾ കാണുകയാണ്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. നന്ദി. നമസ്കാരം.